നമസ്കാരം. ഒക്ടോബർ 7 ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ അവശേഷിക്കുന്ന അവസാനത്തെയാളും ഹമാസിന്റെ സൈനിക വിഭാഗം തലവനുമായ ഇസ്ദീൻ അൽ ഹദാദിനെ ലക്ഷ്യമിട്ട് ഇസ്രയേലിന്റെ വ്യോമാക്രമണം. വെള്ളിയാഴ്ച ഗസ സിറ്റിയിലുണ്ടായ ശക്തമായ വ്യോമാക്രമണത്തിൽ ഹദാദ് കൊല്ലപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ സൂചന നൽകുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. തങ്ങളെ തടവിലാക്കാൻ നേതൃത്വം നൽകിയ ഭീകരൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ മുൻ ഇസ്രയേൽ ബന്ദികൾ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ദുർബലമായ വെടിനിർത്തലിനിടയിലാണ് ഗസ സിറ്റിയിലെ റിമാൽ മേഖലയിലുള്ള ഒരു പാർപ്പിട സമുച്ചയത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. തകർന്നു വീണ കെട്ടിടത്തിൽ നിന്ന് പുകപടലങ്ങൾ ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസ് ഗസ പ്രവിശ്യയുടെ കമാൻഡറും ഒക്ടോബർ 7 കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകരിൽ ഒരാളുമായ ഹദാദിനെ വധിക്കാൻ തങ്ങളാണ് ഉത്തരവിട്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സംയുക്ത പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു. ആയിരക്കണക്കിന് ഇസ്രായേലി പൗരന്മാരെയും സൈനികരെയും കൊലപ്പെടുത്തിയതിനും തട്ടിക്കൊണ്ടുപോയതിനും പീഡിപ്പിച്ചതിനും പിന്നിൽ ഉത്തരവാദി ഹദാദാണെന്ന് ഇസ്രായേൽ പ്രസ്താവനയിൽ ആരോപിക്കുന്നു. തടവുകാരെ ക്രൂരമായ സാഹചര്യങ്ങളിൽ പാർപ്പിച്ചതും സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും ഇയാളാണ്. ഗസയെ സൈനികരഹിതമാക്കാനും ഹമാസിന്റെ ആയുധങ്ങൾ താഴെവെപ്പിക്കാനുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഹദാദ് വിസമ്മതിച്ചിരുന്നതായി ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവറിന് പകരമായിട്ടാണ് ഹദാദ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ തലപ്പത്തെത്തുന്നത്. പുതിയ ആക്രമണത്തെക്കുറിച്ചോ ഹദാദിന്റെ അവസ്ഥയെക്കുറിച്ചോ പ്രതികരിക്കാൻ ഹമാസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ US മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാറിന് ശേഷം ഇസ്രായേൽ ലക്ഷ്യമിടുന്ന ഏറ്റവും മുതിർന്ന ഹമാസ് നേതാവാണ് ഇയാൾ. ട്രംപിന്റെ യുദ്ധാനന്തര പദ്ധതികളെ ചൊല്ലി ഇരുപക്ഷവും തമ്മിലുള്ള ചർച്ചകൾ സ്തംഭനാവസ്ഥയിൽ തുടരുന്നതിനിടയിലാണ് ഈ നിർണായക നീക്കം. ഒരു അപ്പാർട്ട്മെന്റും വാഹനവും ലക്ഷ്യമിട്ടുണ്ടായ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസയിലെ ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. മരിച്ചവരിൽ ഹദാദ് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഹദാദ് ഒളിച്ചിരുന്ന അപ്പാർട്ട്മെന്റും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കാവുന്ന വാഹനം പിന്തുടർന്നുമാണ് ഇസ്രായേൽ വ്യോമസേന ഒരേ സമയം ആക്രമണം നടത്തിയത്. 3 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് 13 ബോംബുകളാണ് ഈ പ്രദേശത്ത് വർഷിച്ചതെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി. ഹദാദ് കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലെങ്കിലും ആക്രമണം വിജയകരമായിരുന്നു എന്നതിന്റെ പ്രാഥമിക സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് മുതിർന്ന ഇസ്രായേൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനിടെ മുൻപ് ഹമാസിന്റെ തടവിലായിരുന്ന ഇസ്രായേലി സൈനിക ലിറി അൽബാർഗിന്റെ കുടുംബത്തെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരിട്ട് വിളിച്ച ആക്രമണത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചു. ഒക്ടോബർ 7 നഹാലോ സൈനിക താവളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ വനിതാ സൈനികരെ ഹദാദിന്റെ മേൽനോട്ടത്തിലാണ് തടവിൽ പാർപ്പിച്ചിരുന്നത്. ഹദാദിന്റെ മരണം സംബന്ധിച്ച വാർത്തകളിൽ ലിറി അൽബാഗ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സന്തോഷം പ്രകടിപ്പിച്ചു. എല്ലാ നായ്ക്കൾക്കും ഒരു ദിവസമുണ്ട്, നീ വെറും ഒരു ഭീരുവായിരുന്നു എന്നായിരുന്നു ലിറിയുടെ അറബിയിലുള്ള കുറിപ്പ്. ഹദാദിന്റെ അധീനതയിലുള്ള തുരങ്കങ്ങളിലാണ് തങ്ങൾ കഴിഞ്ഞിരുന്നതെന്നും ഹീബ്രു ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാളായതുകൊണ്ട് അയാൾക്ക് തടവുകാരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്നുവെന്നും ലിറി ചാനൽ 12നോട് ഓർത്തെടുത്ത് വെളിപ്പെടുത്തി. മറ്റ് ഭീകരർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. മറ്റൊരു മുൻ തടവുകാരിയായ എമിലി ഡാമരിയും വാർത്തകളോട് സമാനമായ രീതിയിലാണ് പ്രതികരിച്ചത്. തന്റെ സുഹൃത്തുക്കളുടെ കൊലപാതകത്തിനും സ്വന്തം തട്ടിക്കൊണ്ടുപോകലിനും കാരണക്കാരനായ വ്യക്തിയുടെ അന്ത്യം വലിയൊരു ആശ്വാസമാണെന്ന് അവർ പറഞ്ഞു. ഈ ഭീകരനെ വധിച്ച സുരക്ഷാ സേനയോട് നന്ദി രേഖപ്പെടുത്തുന്നതായും ദൈവസഹായത്താൽ ബാക്കിയുള്ള ഭീകരരെയും ഇസ്രായേൽ ഇല്ലാതാക്കുമെന്നും എമിലി പ്രത്യാശ പ്രകടിപ്പിച്ചു. എന്നാൽ ഈ ആക്രമണം നിലവിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാവി അപകടത്തിലാക്കുമെന്ന ആശങ്കയും ശക്തമാണ്. 1.5 ആഴ്ച മുൻപ് തന്നെ ഹദാദിനെ വധിക്കാനുള്ള രാഷ്ട്രീയ അനുമതി ലഭിച്ചിരുന്നതായും കൃത്യമായ നിരീക്ഷണത്തിനൊടുവിലാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. യുദ്ധകാലത്തുടനീളം ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വനിതാ സൈനികർ ഉൾപ്പെടെയുള്ള ബന്ദികളെ ഹദാദ് മനുഷ്യകവചമാക്കിയതായും സൈന്യം ആരോപിക്കുന്നു. ഹമാസിനെ ആയുധമുക്തമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഹദാദ് വലിയ തടസ്സമായി നിന്നതിനാലാണ് ഇയാളെ വധിക്കാൻ നെതന്യാഹു അടിയന്തരമായി ഉത്തരവിട്ടതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗസയിലെ ഹമാസിന്റെ അവസാനത്തെ മുതിർന്ന സൈനിക കമാൻഡറാണ് ഇസുദ്ദീൻ അൽ ഹദാദ്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായ യഹിയ സിൻവറും സഹോദരൻ മുഹമ്മദ് സിൻവറും നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഹദാദ് ചുമതലയേറ്റത്. അൽ ഖസാമിന്റെ ഭൂതം എന്നറിയപ്പെട്ടിരുന്ന ഹദാദ് ഇസ്രായേലിന്റെ പല വധശ്രമങ്ങളിൽ നിന്നും മുൻപ് രക്ഷപ്പെട്ടിരുന്നു. ഇയാളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇസ്രായേൽ $7,50,000 മുൻപ് പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. ഇയാളുടെ 2 മക്കളും ഇതേ യുദ്ധത്തിൽ മുൻപ് കൊല്ലപ്പെട്ടിട്ടുണ്ട്.